ഇത് നമ്മുടെ ഒറിജിനൽ നഖത്തിൽ മാഗ്നറ്റിക് ജെല്ല് കൊണ്ട് കാറ്റേജ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നഖത്തിൻ്റെ പുറകിലുള്ള ക്യൂട്ടിക്കിൾ ഭാഗം നന്നായിട്ട് പുറകിലേക്ക് പുള്ളി ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ വിരലിൻ്റെയും ഇതുപോലെ പുള്ളി ചെയ്തെടുത്തതിന് ശേഷം നല്ലൊരു ക്യൂട്ടിക്കിൾ കട്ടർ കൊണ്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. എങ്കിലേ ഉള്ളൂ യു വി ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നഖം കുറവുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ നഖം കിട്ടുകയും ചെയ്യും, നഖമുള്ളവർക്കാണെങ്കിലും ഇച്ചിരി ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് കുറച്ച് ഓടിച്ച് വിട്ട് കാണിക്കുവാണേ, നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതുപോലൊരു ബഫർ ഉപയോഗിച്ച് നമ്മുടെ നഖത്തിൻ്റെ മുകളിലുള്ള ഗ്ലേസിങ് ഉണ്ടല്ലോ അതെടുത്ത് മാറ്റണം. കാരണം അതല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന യു വി ജെല്ല് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും അത് പൊളിഞ്ഞു പോകും. നമുക്കൊരു മാസത്തേന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ദിവസം ഇത് നഖത്തെ സ്റ്റേ ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ വിരലിൻ്റേതും ഇതുപോലെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം അവത്തിലെ പൊടിയെല്ലാം നമ്മൾ മാറ്റാൻ. കൈ ഉപയോഗിക്കരുത്, കയ്യിലെ പൊടിയോ വേർപ്പൊക്കെ നമ്മുടെ നഖത്തെ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഡീഹൈഡ്രേറ്ററും പ്രൈമറും ഇടും. നമ്മുടെ നഖത്തിന് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മൾ യു വിയിൽ വെച്ച് ഉണക്കേണ്ട കാര്യമില്ല, നമ്മൾ നഖം തന്നെ അബ്സോർബായിട്ട് എടുത്തോളൂ. ഇതാണ് പ്രൈമർ. ഇതും നമ്മുടെ നഖം തന്നെ അബ്സോർബായിട്ട് എടുത്തോളും, യു വിയിൽ വെച്ച് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് യു വി ലൈറ്റ്. ഇത് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 10, 20, 30 അങ്ങനെ പല ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു ബേസ് കോട്ട് ഇടുവാണേ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന യു വി ജെല്ലിൻ്റെ കളറൊന്നും നമ്മുടെ നഖത്തിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, സൈഡിലൊന്നും പറ്റാതെ. എന്നിട്ട് നമ്മളത് യു വിയിൽ വെച്ചിട്ട് വേണം ഉണക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്യുവാണ് എല്ലാ വിരലിലും. ഉണക്കുന്നതിന് മുമ്പ് സൈഡിൽ പറ്റിയിരിക്കുന്ന ക്യൂട്ടിക്കിൾ ഭാഗത്തൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ നീക്കിയതിന് ശേഷം മാത്രമേ യു വിയിൽ ഉണക്കാൻ പാടുള്ളൂ. ഉണക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ശരിയായ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് ഒരു കോട്ടും കൂടെ ബ്ലാക്ക് തന്നെ അടിക്കുവാണ്. യു വിയിൽ വെച്ച് ഉണക്കിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് അടിക്കുന്നതാണേ. അത് കഴിഞ്ഞ് ഇത് അതേപോലെ തന്നെ യു വിയിൽ വെച്ച് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം, ക്ലീൻ ആക്കിയതിന് ശേഷം. പിന്നീട് ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ജെല്ല്. ഇത് നമ്മളെല്ലാ വിരലിലും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിതിൻ്റെ പുറത്ത് ആണ് നമ്മൾ മാഗ്നറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടി ഡിസൈൻ കൊടുക്കുന്നത്. അത് യു വിയിൽ വെച്ച് ഉണക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കണം കേട്ടോ. അതല്ല ഉണക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസൈനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, അത് പ്രത്യേകം ഓർത്തോണം. ഇതാണ് മാഗ്നറ്റ്. നമ്മൾ ഏത് സൈഡിൽ വെക്കുന്നോ അതിനനുസരിച്ച് ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ എല്ലാ വിരലിലും കൊടുത്തിട്ട് നമ്മളത് യു വിയിൽ വെച്ചിട്ട് ഉണക്കണം. സൈഡിലെങ്ങും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വയ്ക്കാവുള്ളൂ. ഇങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം അതിനൊരു ടോപ്പ് കോട്ട് കൊടുക്കുകയാണ്, നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് അത് സ്റ്റേ ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പ് കോട്ട് കൊടുക്കുകയാണ്, വൈറ്റായിട്ട് കളറുള്ളതേ. ഇത് ചെയ്തിട്ട് നമ്മൾ യു വിയിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഞാനീ പറഞ്ഞത് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, എന്നോട് ക്ഷമിക്കണം കേട്ടോ. താങ്ക് യു.